മോഹൻലാലിനെതിരെ RSS മുഖവാരിക ഓർഗനൈസർ. മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണമെന്ന ഓർഗനൈസറിൽ ലേഖനം. പാകിസ്ഥാൻ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമി പരിപാടിയിൽ പങ്കെടുത്തു. ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കെ ജമാഅത്ത് പരിപാടിയിൽ പങ്കെടുത്തത് തെറ്റെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. വീണ്ടും മോഹൻലാലിനെതിരെ ഇത്തരത്തിൽ ഓർഗനൈസറിന്റെ ഒരു ലേഖനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എമ്പുരാൻ സിനിമ പ്രദർശനത്തിനെത്തിയ സമയത്ത് വലിയ തരത്തിൽ സിനിമയ്ക്കെതിരെയും സംവിധായകനായ പൃഥ്വിരാജിനെതിരെയും ഒക്കെ ഓർഗനൈസറിൽ ലേഖനങ്ങൾ തുടരെ വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും മോഹൻലാലിനെതിരെ ലേഖനം വന്നിരിക്കുന്നു. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും. ശ്രീജിത്ത്, നമുക്കറിയാം എമ്പുരാൻ സിനിമ പ്രദർശനത്തിന് എത്തിയ സമയത്ത് നിരന്തരമായി സിനിമയ്ക്കെതിരെയും സംവിധായകനായ പൃഥ്വിരാജിനെതിരെയും ഒക്കെ ലേഖനങ്ങൾ എഴുതിയിരുന്നു ഓർഗനൈസർ. ഇപ്പോൾ മോഹൻലാലിനെതിരെ ലേഖനം വന്നിരിക്കുന്നു. എന്താണ് അതിൽ പറയുന്നത്? ലേഖനം എങ്ങനെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള ഗൾഫ് മാധ്യമം ആതിഥേയത്വം വഹിച്ച ഷാർജ എക്സ്പോ സെൻറ്ററിൽ മോഹൻലാൽ അതിഥിയായി എത്തിയതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക്, അല്ലെങ്കിൽ RSS മാധ്യമമായ ഓർഗനൈസർ വിവാദമായി വലിയ വാർത്തയായി നൽകുന്നത്. അതായത് എന്തുകൊണ്ടാണ് മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള ഇങ്ങനൊരു മാധ്യമം നടത്തിയ പരിപാടിയിൽ മോഹൻലാൽ എന്തിന് പങ്കെടുത്തു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. യാഥാസ്ഥിക നിലപാടുകൾക്കും സിനിമയോടുള്ള എതിർപ്പിനും എക്കാലവും പേരുകെട്ട സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇതിനു മുമ്പ് ഒരിക്കലും ഒരു സിനിമാ നടനെ പോലും ജമാഅത്തെ ഇസ്ലാമി ആദരിച്ചിട്ടില്ല. കേവലം ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു പ്രത്യേക അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രപരമായ നടപടിയായാണ് മോഹൻലാലിനെ ക്ഷണിച്ചതെന്ന് ഇത് സംശയം ഉയർത്തുന്നു. സാമ്പത്തികമായ എന്തെങ്കിലും കൂടുതൽ പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിച്ചാണ് മോഹൻലാൽ ഇങ്ങനെ പോയത്. അങ്ങനെ പോയതെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള സംഘടന വിളിച്ചാൽ മോഹൻലാൽ പോകുമോ? അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ ലേഖനത്തിൽ ഉയർത്തുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ലേഖനം മുന്നോട്ട് പോകുന്നത്. ഒന്നാമതായി, ഇസ്ലാമിക ഭീകരതയുടെ അനുകമ്പകരമായ ചിത്രീകരണം. അതായത് ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ഭീകരതയെ വലിയ രൂപത്തിൽ പ്രവചീകരിക്കുന്നുണ്ട് ആ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സിനിമയുടെ കാതൽ എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരതയുടെ വലിയ രൂപത്തിലുള്ള പർവ്വതീകരണമാണ്. അതുമാത്രമല്ല, ഹിന്ദു പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിക ഭീകരതയുടെ മൂലകാരണമെന്ന് ചിത്രം വിശേഷിപ്പിക്കുന്നു. ലഷ്കർ ഇ തോയ്ബ പോലുള്ള തീവ്രവാദ സംഘടനകളെ അടിച്ചമർത്തപ്പെട്ടവരുടെ അഭയകേന്ദ്രങ്ങളായി ആ എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ പറയുന്നു. അങ്ങനെ മോഹൻലാലിൻ്റെ എമ്പുരാൻ സിനിമയോടുള്ള വലിയ എതിർപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന സമയം, അതായത് ഇപ്പോൾ ഈ ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച പരിപാടിയിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ മോഹൻലാൽ പങ്കെടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഏറ്റവും വിവാദപരമായ സമയമാണ്. ഇപ്പോൾ അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇന്ത്യയിലേക്ക് കടന്നെത്തിയിരിക്കുന്നു. അതിൽ ഈ പറയുന്ന ലഷ്കർ ഇ തോയ്ബയ്ക്ക് ബന്ധമുണ്ട് എന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യ തെളിവുകൾ സഹിതം പുറം ലോകത്തെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഈ മോഹൻലാൽ എന്തുകൊണ്ട് ഗൾഫ് മാധ്യമം നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കുന്നു? ആ ഗൾഫ് മാധ്യമത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്ക് മറ്റൊരു തരത്തിൽ ആഗോള ഭീകരതയുമായി ബന്ധമുണ്ട് എന്ന് ഈ ലേഖനത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത സമയം തെറ്റായിപ്പോയി. മോഹൻലാൽ പങ്കെടുത്ത സംഘടന, ആ സംഘടനയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. ഇത്തരം സംഘടനകൾക്കെല്ലാം പാകിസ്ഥാനുമായി ബന്ധമുണ്ട്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനിൽ വെച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചാൽ മോഹൻലാൽ പോകുമോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് സംഘടനയിൽ നിന്ന് ബഹുമതികൾ സ്വീകരിക്കുന്നത്, ആ ചിത്രങ്ങളിൽ കാണുന്നത് മോഹൻലാലിനെ ഷോൾ കൊടുക്കുന്നുണ്ട്. ആ ഷോൾ സ്വീകരിക്കാൻ പാടുണ്ടോ? സംഘടനയിൽ നിന്ന് ബഹുമതികൾ സ്വീകരിക്കാൻ പാടുണ്ടോ? ആ ബഹുമതികൾ സ്വീകരിക്കുന്നതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് മോഹൻലാലിന് ബോധ്യമുണ്ടോ എന്ന കാര്യം കൂടി വളരെ ഗൗരവകരമായ ചോദ്യങ്ങളടക്കമാണ്, വലിയ വിവാദപരമായ ചോദ്യങ്ങളടക്കമാണ് ഈ ലേഖനം മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിലായി, മോഹൻലാൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ മാത്രമല്ല, മോഹൻലാൽ ഇന്ത്യയിലെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവി വഹിക്കുന്ന വ്യക്തിയാണ്. അത് സാധാരണ ഒരു പൗരനല്ല, ഒരു സിനിമാ നടനല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ നടൻ മാത്രമല്ല, ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന ആളാണ്. അങ്ങനെ ഒരാൾ ഇത്തരത്തിലുള്ള സംഘടനകളുമായി ബന്ധം പുലർത്താൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഇത്തരം സംഘടനകൾ നൽകുന്ന ബഹുമതികൾ സ്വീകരിക്കാൻ പാടുണ്ടോ എന്നുകൂടി ചോദിക്കുന്നു. അതിൻ്റെ കാരണമായി പറയുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ സംഘർഷങ്ങൾ നടക്കുന്നു. ആ സംഘർഷത്തിന് കാരണമാകുന്നത് ഇന്ത്യയുടെ അതിർത്തി കടന്ന് ലഷ്കർ ഇ തോയ്ബ പോലുള്ള സംഘടനകൾ ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നു. അതിന് തെളിവുകൾ സഹിതം ഇന്ത്യ തെളിവുകൾ നൽകുന്നു. അതേ സമയത്ത് അതേ സംഘടനകൾക്ക് ബന്ധമുണ്ട് എന്ന് ആരോപിക്കുന്ന ഒരു മാധ്യമത്തിൻ്റെ വേദിയിൽ മോഹൻലാൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഈ ആരോപണങ്ങൾക്കും ഈ വിവാദങ്ങൾക്കും കാരണമായി ഓർഗനൈസറുടെ ലേഖനം വരുന്നത്. ആ ലേഖനത്തിൽ വളരെ വിശദമായി മോഹൻലാലിനെ വളരെ നിശിതമായി വിമർശിക്കുന്നു. മോഹൻലാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഔചിത്യം മോഹൻലാലിന് തോന്നിയിട്ടുണ്ടോ? ബഹുമതികൾ സ്വീകരിക്കാൻ പാടുണ്ടോ? അങ്ങനെ വിവിധങ്ങളായി വലിയ ആരോപണങ്ങൾ, വലിയ ഗുരുതരമായ ആരോപണങ്ങൾ അത് എമ്പുരാൻ സിനിമ മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 കാര്യങ്ങൾ. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ തിരക്കഥയുമായി ബന്ധപ്പെട്ട്, അതിലെ കഥയുടെ മൂലകവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ആരോപണം അവിടെ മുതൽ തുടങ്ങുന്നു. ഈ ആരോപണത്തിൽ ലഷ്കർ ഇ തോയ്ബ പോലുള്ള തീവ്രവാദ സംഘടനകളെ അടിച്ചമർത്തപ്പെട്ടവരുടെ കേന്ദ്രങ്ങളായി ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ച ആളാണ് മോഹൻലാൽ. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായി കഴിഞ്ഞു. അത് മോഹൻലാൽ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും അത്തരം സംഘടനകളുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കപ്പെടുന്ന മാധ്യമത്തിൻ്റെ പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തു. അതിൽ ഗൾഫിൽ പോയി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ആരോപണമായി പറയുന്നത്.